ഏറ്റവും സുരക്ഷിതമായി ഒളിവിൽ കഴിഞ്ഞത് ഏത് ഭരണത്തിലാണെന്നും എന്തുകൊണ്ടാണ് വില്ലനായി മഴു തന്നെ രംഗപ്രവേശം ചെയ്തു എന്നതുമെല്ലാം ചിന്തനീയമാണ്. ഈ കേസ് കേരളത്തെ മറ്റൊരു അഗ്നിപർവ്വതത്തിന്റെ നെറുകയിൽ എത്തിച്ചിരിക്കുകയാണ്. കൈവെട്ട് കേസിൽ സവാദിനെ കണ്ണൂരിൽ നിന്ന് പിടികൂടുമ്പോൾ വായടഞ്ഞു പോയത് CPM-ന്റേതാണ്. അത് ഏറ്റവും കളങ്കമായി തീരുന്നത് ആഭ്യന്തര വകുപ്പിനും. കാരണം ആഭ്യന്തരമന്ത്രിയുടെ തട്ടകത്തിൽ നിന്നാണല്ലോ NIA സവാദിനെ പിടികൂടിയിരിക്കുന്നത്. പിണറായിക്ക് നേരെ ഉയരുന്നത് വലിയ ആരോപണ ശരങ്ങളാണ്. മുഖ്യമന്ത്രിക്ക് നേരെ ഇരുതല മൂർച്ചയുള്ള വാള് പുറത്തെടുത്തിരിക്കുകയാണ് ശക്തിധരൻ. തൊടുത്തുവിട്ടിരിക്കുന്നത് പിണറായിയുടെ തല പോകുന്ന വാദങ്ങളും. ആ PV ഞാനല്ല എന്ന് ആര് പറയും? പ്രൊഫസർ TJ ജോസഫിന്റെ വധശ്രമത്തിന് കൈക്കോടാലിയായിരുന്ന സവാദ് കേരളത്തിൽ ശിഷ്ടകാലത്ത് സുരക്ഷിതമായിരിക്കും എന്ന് എന്തുറപ്പാണ്? ആരെല്ലാം ഇപ്പോൾ തന്നെ അയാളുടെ മേൽ കണ്ണുവെച്ചിട്ടുണ്ടാകും? അയാളുടെ അന്ത്യം കൊണ്ട് ആർക്കൊക്കെ ലാഭമുണ്ടാകും എന്ന് ചിന്തിക്കേണ്ടേ? ഇനിയും മറ്റൊരു ഒളിത്താവളം വഴി ഒരായുസ്സു കൂടി അയാൾക്ക് നീട്ടിയെടുത്തുകൂടെ? കേരളത്തെ ഇരുൾ മൂടിക്കിടക്കുന്ന എത്രയോ അരും കൊലയുടെ കാണാപ്പുറങ്ങൾ ഇപ്പോഴും തടവറയിൽ കിടക്കുന്നവരുടെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടാകും. കൊലയ്ക്ക് കൈക്കോടാലിയായി ഉപയോഗിക്കുന്നവരുടെ വിവാഹം ഒളിവ് കാലത്ത് നടത്തിച്ചു കൊടുക്കുന്നതും സഹസ്രകോടികൾ ഒളിവിൽ കഴിയുന്നവരുടെ മാസപ്പടിയായി നൽകാനുള്ള മിടുക്കും ആരുടേതായിരിക്കും? സത്യം ഒരിക്കൽ പുറത്തു വരും. ഒരിക്കലും സംശയത്തിന്റെ നിഴൽ പോലും നിരപരാധിയുടെ മേൽ പതിയാൻ പാടില്ല. പക്ഷേ സത്യം പുറത്തു വരും വരെ കൈക്കോടാലിയെ മിച്ചം വെക്കുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ഏറ്റവും സുരക്ഷിതമായി ഒളിവിൽ കഴിഞ്ഞത് ഏത് ഭരണത്തിലാണെന്നും എന്തുകൊണ്ടാണ് വില്ലനായി മഴു തന്നെ രംഗപ്രവേശം ചെയ്തു എന്നതുമെല്ലാം ചിന്തനീയമാണ്. കേരളത്തെ ഈ കേസ് മറ്റൊരു അഗ്നിപർവ്വതത്തിന്റെ നെറുകയിലെത്തിച്ചിരിക്കുകയാണ്. എവിടെയോ അടുത്ത കൈക്കോടാലിയെ മണക്കുന്നുണ്ടോ? ഒരു കൊടും കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ 7 വട്ടം കണ്ണിമ വെട്ടുന്ന സമയം തന്നെ വേണമെന്നില്ല, 7 യാമങ്ങൾ പോലും വേണമെന്നില്ല. പക്ഷേ ആ PV ഞാനല്ല എന്ന് ആരെങ്കിലും പറയുമോ? ഇതാണ് ശക്തിധരൻ തുറന്നടിച്ചിരിക്കുന്നത്. കൈതോലപ്പായയും മാസപ്പടിയും എല്ലാം കത്തിച്ചു വിട്ടതുപോലെ അല്ല, ഒരു പടി കൂടി കടന്ന് ആരോപണ ശരങ്ങൾക്ക് മൂർച്ച കൂട്ടിയിരിക്കുകയാണ് ശക്തിധരൻ. വരികളിൽ ഒളിഞ്ഞിരിക്കുന്നത് അത്രയും പിണറായിക്കിട്ടുള്ള അടിയാണ്. കൊലയ്ക്ക് കൈക്കോടാലി ആയവർ മാത്രമല്ലേ പിടിക്കപ്പെടാറുള്ളൂ? ആ കൈക്കോടാലി പിടിപ്പിച്ച കൈകളിലേക്ക് ഇതുവരെ ഏതെങ്കിലും ഒരു അന്വേഷണം നീണ്ട ചരിത്രമുണ്ടോ? ശക്തിധരൻ പറഞ്ഞത് വാസ്തവമാണ്. എത്രയോ അരും കൊലയുടെ കാണാപ്പുറങ്ങൾ ഇപ്പോഴും തടവറയിൽ കിടക്കുന്നവരുടെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടാകും.